അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധു വീടുകളിൽ, നമ്മുടെ അയൽപക്ക വീടുകളിലൊക്കെ പ്രായം ചെന്ന ഉപ്പമാരുണ്ടാകും, ഉമ്മമാരുണ്ടാകും, ഉപ്പാപ്പമാരുണ്ടാകും, ഉമ്മാമ്മമാരുണ്ടാകും. അതുപോലെ തന്നെ മറ്റു അസുഖങ്ങളെ കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമൊക്കെ ഉണ്ടാകും. ഇവർ നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വലിയ വലിയ മണിമാളികകൾ നാം പണിതിട്ടുണ്ടാകും. ആ വീട്ടിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ നാം താമസിപ്പിക്കുന്നുണ്ടാകും. അവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടാകും. പക്ഷേ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ തളർന്നുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. ആ വീടിനുള്ളിലേക്ക് ഒരാൾക്കും പുറത്തു നിന്ന് വന്നു ചേരാൻ പറ്റാത്ത രീതിയിൽ നാം വീടിൻ്റെ ചുറ്റുമതിലുകൾ കെട്ടി അതിനുള്ള ഡോർ വരെ ഓട്ടോമാറ്റിക് റിമോട്ട് കൺട്രോളിലുള്ള ഡോറ് വെച്ച് ഭദ്രമാക്കി പുറത്ത് നിന്ന് ഇനി ഒരാൾക്കും അകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള രീതിയിൽ ബന്ധസ്ഥമാക്കിയിട്ട് ആ വീട്ടിനുള്ളിൽ കഴിയുന്ന ഈ രോഗികളുടെ, അതല്ലെങ്കിൽ വാർദ്ധക്യം ചെന്ന് ആരെങ്കിലുമൊക്കെ വന്നു കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടത് നമ്മുടെ സമ്പാദ്യമാണോ, പണമാണോ? ഓരോ മാസവും നാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ ചെക്കപ്പ് നടത്തി അവർക്ക് വേണ്ട മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്നു. അതാണോ അവർക്ക് വേണ്ടത്? എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള AC റൂമിൽ അതാണോ അവർക്ക് വേണ്ടത്? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നാം ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മെ സംസാരിക്കാൻ കഴിയുന്ന പ്രായമുള്ള രോഗികൾക്ക് അവരുടെ കൂടെ ഒരാളെ സംസാരിക്കാൻ കിട്ടുക എന്നുള്ളത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളറയിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തളർന്നുകൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് രോഗികളുണ്ടാകും. അവർക്കൊക്കെ ഇടയ്ക്ക് ഒരാളെ ഒന്ന് കാണുക എന്നുള്ളത് വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും നമ്മുടെ ബന്ധുവീട്ടുകളിലും നമ്മുടെ അയൽവക്കങ്ങളിലുമൊക്കെ ഇതുപോലെ രോഗബാധിതരായി, അതല്ലെങ്കിൽ വാർദ്ധക്യം ചെന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. അവരെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെന്ന് സന്ദർശിച്ച് അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തി അവരോട് അന്വേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അതവർക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും, വലിയൊരു സന്തോഷമായിരിക്കും. എന്നെ കാണാൻ ഇവൻ വന്നല്ലോ, എന്നോട് അല്പനേരമെങ്കിലും സംസാരിക്കാൻ ഇവൻ വന്നല്ലോ എന്നുള്ള നിലക്ക് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പയെ, ഉപ്പാപ്പയെ, ഉമ്മയെ, ഉമ്മാമയെ, നമ്മുടെ ജ്യേഷ്ഠനെ, അനിയനെ, സഹോദരിയെ, ഈ രൂപത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന്, അവരുടെ ശരീരമൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് സ്പർശിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ തന്നെ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. മാത്രവുമല്ല, പ്രിയപ്പെട്ടവരോടുകൂടെ അവരെ കൂട്ടി വീടിന് വെളിയിലേക്ക് എവിടേക്കെങ്കിലും വീൽ ചെയറിൽ ഇരിക്കേണ്ട രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ വീൽ ചെയറിൽ കഴിയേണ്ടവനാണെങ്കിൽ
കഴിയേണ്ടവളാണെങ്കിൽ അവരെയൊക്കെ കൂട്ടി ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഒരു മലഞ്ചെരുവിൻ്റെ അരികിലേക്കോ അതല്ലെങ്കിൽ ഒരു കടൽ തീരത്തേക്കോ ഒന്നുമല്ലെങ്കിൽ കുറച്ച് കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോകുമ്പോൾ അവർക്കത് വലിയ ആശ്വാസമായിരിക്കും. അത് തന്നെ അവരുടെ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കാൻ അവർക്ക് ഒരു കാരണമായി തീരുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, വീടിനുള്ളിൽ തളച്ചിടാതെ അവരിലേക്ക് ആളുകൾ വരാനുള്ള ഒരു സൗകര്യമെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ നാം ചെയ്തു കൊടുക്കണം. ആരെയും കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ ഇത് എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്നൊരാളും ചിന്തിക്കാതെ ഓരോരുത്തരും സ്വയം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ വീടിൻ്റെ വാതിലുകൾ നാം തുറന്നിടുക. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വരുന്നവരെ സ്നേഹത്തോടെ നാം സ്വീകരിക്കുകയും അവരെ നമ്മുടെ ഉപ്പാപ്പമാരെ, ഉമ്മാമ്മമാരെ, ഉപ്പമാരെ, ജ്യേഷ്ഠനനിയന്മാരെ കാണാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും കുറച്ചു നേരമെങ്കിലും അവരോടുകൂടെ സംസാരിക്കാനുള്ള ഒരു സൗകര്യം നാം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അത് തന്നെ നാം നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന വലിയ ഒരു കാര്യമായിരിക്കും. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നാം എപ്പോഴും ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്തവനിക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ അവരുടെ ആഫിയത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മുടെ മാതാപിതാക്കളെ നാം ഒരിക്കലും കൈവടിയാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എല്ലാ കുടുംബ ബാധ്യതകളും തീർത്ത് സന്തോഷത്തോടെയുള്ള ഒരു കുടുംബ ജീവിതം അല്ലാഹു തആല നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വീഡിയോക്ക് താഴെ, ഒരുപാട് വീഡിയോക്ക് താഴെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു തരുമാറാകട്ടെ. കൂടുതൽ കടമുള്ള പ്രയാസപ്പെടുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്റിനെ ധാരാളമായി നിത്യവും പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കടങ്ങൾ വീഴണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ ദിക്റിനെ ധാരാളമായി ചൊല്ലുക. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അല്ലാഹു തആല അതിലൂടെ നമുക്ക് തുറന്നു തരും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.